ഹലോ ഹലോ. ആ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അലിപ്രസാദാണ്. ആ ആരായിരുന്നു? അലിപ്രസാദ് ഇന്നലെ വിളിച്ചപ്പോ ആ ഓൺലൈനിൽ ആ കയറാൻ പോവാണെന്ന് പറഞ്ഞു. ശരി, ഇപ്പോ എന്താ പറയൂ, കുഴപ്പമില്ല, ഇതാണോ? പറഞ്ഞോളൂ. ഓക്കെ. ഈ പിന്നെ എനിക്ക് ഖുർആനൊന്നും അറിയില്ല, അതിനാദ്യം പറയാം. ഉം. അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുള്ളത് പഠിക്കുന്നത്. വോയിസ് ക്ലിയർ അല്ല. നിങ്ങൾ പിന്നെ ഇതാണോ, ഹെഡ്സെറ്റ് യൂസ് ചെയ്യണ്ടോ? ഞാനത് ഇപ്പൊ കേൾക്കാമോ? ആ അപ്പോ അങ്ങനെയുള്ള അറിവേ ഉള്ളൂ. ഉം. അപ്പോ എനിക്ക് ഇതില് ഡൗട്ടുള്ള എന്താ വെച്ചാല്, നമ്മൾ ഈ അടിമത്തത്തിനെ പറ്റിയിട്ട് പറയുമ്പോ ഉം. അത് പഴയ കാലത്ത് അന്നത് ശരിയായിരുന്നല്ലോ. ഉം. അന്നത് അന്നത് ശരിയല്ല, അന്നത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതെ, പക്ഷെ അതില് എന്റെ ഡൗട്ടാണ് അന്നത് കേട്ടോ, എനിക്കത് ക്ലിയർ ആക്കി തരിക വേണ്ടത്. അന്നത് തെറ്റാണത് വലിയ സംഭവമായിട്ട് ആളുകൾക്ക് തോന്നിയിട്ടില്ല, മനസ്സിലായിട്ടില്ല. എങ്ങനെയാണ്? അന്നതൊരു വലിയ തെറ്റായിട്ട് ആ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരത് അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. തെറ്റായിട്ട് മനസ്സിലാക്കി അല്ല, അന്നത് അവർക്കത് ശരിയല്ലായിരുന്നോ? അല്ല, അന്നത്തെ സാമൂഹ്യാവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം അതൊരു വലിയ തെറ്റായിട്ട് അവര് മനസ്സിലാക്കിയിട്ടില്ല. അടിമത്തം എല്ലാ കാലത്തും തെറ്റാണ്. അല്ല, അടിമത്തം എല്ലാ കാലത്തും തെറ്റാണ്. അതെ, എല്ലാ കാലത്തും തെറ്റാണെന്ന് നമ്മൾ തെറ്റാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു, അതേ ഞാൻ പറഞ്ഞു. അതെ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ചു കാലം മുമ്പ് വരെ ഈ നമ്മൾ ഈ തിരക്ക് പിടിച്ച നമ്മുടെ നാട്ടുകാലയിലും അല്ലെങ്കിൽ ഇപ്പൊ ബസ് സ്റ്റാൻഡിൽ പോലും അടുത്തിരുന്ന ആൾക്കാർ സിഗരറ്റ് വലിക്കായിരുന്നു. അന്ന് ആ അടുത്തിരിക്കുന്ന ആളുകളെല്ലാം അതിന്റെ അടുത്തുകൂടെ പോകുന്ന പെണ്ണുങ്ങൾക്കൊന്നും അതൊരു തെറ്റായിട്ട് അന്ന് തോന്നിയിട്ടില്ല. കാരണം അന്ന് അത് ശരിയായിരുന്നു. ആ സമയത്ത് ശരിയായത് കൊണ്ടല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അന്നത് ശരിയല്ല, അന്ന് അത് തെറ്റാണെന്നും അതിന് പ്രശ്നങ്ങൾ ഉണ്ടെന്നും അടുത്തിരിക്കുന്ന ആളുകൾക്ക് അറിയില്ലായിരുന്നു. അത് വലിക്കുന്നവർക്കും അറിയില്ലായിരുന്നു. അതെ. അപ്പം അത് അന്നത്തെ ശരിയല്ലേ? അല്ല, അന്നത്തെ ശരിയല്ല. ഒരു കാര്യം, ഇപ്പോ അടിമത്തം എല്ലാ കാലത്തും തെറ്റാണ്, എല്ലാ കാലത്തും തെറ്റായിരുന്നു. അത് തെറ്റായിരുന്നു എന്ന് അന്നത്തെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരാ തെറ്റ് തുടർന്നു പോന്നു. അപ്പൊ സതി അന്നത്തെ ശരിയായിരുന്നില്ല. സതി അന്നും ഇന്നും എന്നും തെറ്റാണ്. ആ ആക്ട് മനുഷ്യത്വപരമാണോ അല്ലേ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ തെറ്റാണോ ശരിയാണോ എന്ന് പറയുന്നത്. പക്ഷെ അത് ഞാൻ അപ്പൊ എന്റെ ഒരു ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ ആളുകൾക്ക് അത് ശരിയല്ല, ഇൻക്ലൂഡിങ് ആ ചാടുന്ന സ്ത്രീകൾക്ക് പോലും അത് ശരിയല്ല എന്ന് തോന്നാതിരിക്കുന്നതിന്റെ കാരണം എന്താണ്? അത് ശരിയല്ല എന്ന് തോന്നിയാലും അത് അന്നത്തെ ഒരു എന്താ പറയാ, ആളുകൾ അത് പല ആളുകളെയും പിടിച്ചുകൊണ്ടേ ഇടുമായിരുന്നു അതിനകത്തേക്ക്. ഓക്കെ, അത് മരണഭയം സ്വാഭാവികം. ഓക്കെ, പക്ഷെ ആളുകൾക്ക് അന്നത് ഈ ഇടുന്ന ആളുകൾക്കൊന്നും അതൊരു തെറ്റാണ്, ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ബോധത്തിലേക്ക് അവർക്ക് അതാണ് ഈ വിശ്വാസം കൊണ്ടുണ്ടാവുന്ന പ്രശ്നം. പക്ഷെ ഇപ്പൊ അടിമത്തം തെറ്റാണെന്ന് നമുക്ക് ഇന്നത്തെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അടിമത്തം തെറ്റാണെന്ന് ഇപ്പൊ നമുക്ക് ലോകത്തെ എല്ലാ മനുഷ്യന്മാർക്കും അറിയാലോ. അടിമത്തം തെറ്റല്ല എന്ന്, അല്ലെങ്കിൽ അടിമത്തത്തിന്റെ ഗുണഭോക്താവായിരുന്ന ഒരു പ്രവാചകനും ആ പ്രവാചകനിൽ നിന്ന് വന്ന ഗ്രന്ഥത്തിൽ അത് തെറ്റായിട്ട് കാണിക്കാത്തത് കൊണ്ടും അത് തെറ്റായിട്ട് പഠിപ്പിക്കാത്തത് കൊണ്ടും ഇന്നും അടിമത്തത്തിൽ വലിയ കുഴപ്പമില്ല എന്ന് ന്യായീകരിക്കുന്ന ആൾക്കാർ നമ്മൾ കാണുന്നില്ലേ? അത് അവരുടെ ഗതികേടാണ്. കാരണം ആ ഗതികേട് തന്നെയാണ്, ആ വിശ്വാസമാണ്. അതന്നെയാണ് ഈ വിശ്വാസത്തിന്റെ ഗതികേട് എന്ന് പറഞ്ഞത്. അതിപ്പോ സ്വന്തം മകളെ തീക്കുണ്ടത്തിലേക്ക് എറിയുമ്പോ ആ പിതാവിന് അതറിയാം, ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന്. പക്ഷെ ആ തെറ്റിനെ ചെയ്യും. അത് ദൈവത്തിന് വേണ്ടിയാവുമ്പോ ചെയ്യും, വിശ്വാസത്തിന് വേണ്ടിയാവുമ്പോ ചെയ്യും. അല്ല, ഈ സതിയൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണോ ചെയ്തത്? അല്ലെങ്കിൽ എന്തെങ്കിലും സ്വർഗോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവം പറഞ്ഞിട്ടോ ആണോ? ദൈവം പറഞ്ഞിട്ടാണോ എന്നുള്ളതല്ല, ഇതിവിടെ ദൈവം ഉണ്ടായിട്ടാണോ, അപ്പൊ അള്ളാഹു ഉണ്ടായിട്ടാണോ? അല്ലല്ലോ. ഒരു ജനതയുടെ ഇടയിൽ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. കാരണം എവിടെ എന്തോ കിട്ടാനുണ്ട്. എല്ലാ വിശ്വാസങ്ങളുടെ പിന്നിലും ഈ ദൈവികമായിട്ടുള്ള ശക്തി, അതിന്റെ ആചാരം, അനുഷ്ഠാനം എന്ന് തുടങ്ങിയിട്ടുള്ള പ്രചോദനം തന്നെയാണുള്ളത്. സതിയിലുണ്ടായിരുന്ന അതേ സാധനം തന്നെയാണ് സുന്നത്ത് കല്യാണത്തിലുള്ളത്. അതെ അല്ലെ? സുന്നത്തില് എന്താ ഉള്ളത്? സുന്നത്തില് ദൈവം കൽപ്പിച്ചു എന്നുള്ളത് തന്നെ, അല്ലെങ്കിൽ പ്രവാചകൻ പണ്ട് ചെയ്തിരുന്നു, ഇബ്രാഹിം നബി ചെയ്തിരുന്നു.
അല്ല അപ്പൊ ഇതിലെന്താണെന്നറിയോ, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നോർമൽ ആയിട്ടുള്ള ചില കാര്യങ്ങളില്ലേ, അത് ഇനിയിപ്പോ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാല് ചിലപ്പോ തെറ്റായിട്ട് മനസ്സിലാവും, വരില്ലേ? വരും. അപ്പൊ നമ്മളെ ലൈഫിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഞാൻ പറഞ്ഞത് ഇപ്പൊ വികലാംഗർ എന്ന് നമ്മൾ ആൾക്കാരെ വിളിച്ചിരുന്നു, മന്ദബുദ്ധി എന്നൊരു നോർമൽ വാക്കായിരുന്നു. നമ്മളിപ്പോ വിളിക്കാറില്ലല്ലോ. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ നമ്മൾ ചെയ്യുന്ന ഇപ്പൊ ഇത് നമുക്ക് എടുത്ത് പറയാൻ പറ്റി. നമ്മളിപ്പോ നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും കുറെ കാലം കഴിയുമ്പോ അവരുടെ വീക്ഷണത്തില് അതൊരു വലിയ തെറ്റായിട്ട് തോന്നൂലേ? തോന്നും. അങ്ങനെ തോന്നാം. അതിന് എങ്ങനെ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഒരു ഉദാഹരണം അതിലൊരു ആലോചിക്കാനൊന്നുമില്ല. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, നമുക്ക് തെറ്റും ശരിയും തിരിച്ചറിയുന്ന മുറയ്ക്ക് അതിനെ സ്വീകരിച്ച് മുന്നോട്ട് പോകാന്നുള്ളതാണ്. അതേ സമയത്ത് നമുക്ക് ഭാവിയിൽ ഒരു കാര്യം തെറ്റായിരുന്നു, നമ്മൾ ചെയ്തത് തെറ്റായിരുന്നു എന്ന് മനസ്സിലായതിനു ശേഷം അല്ല അതിലൊരു തെറ്റുമില്ല എന്ന് ന്യായീകരിച്ചു വരുമ്പോഴാണല്ലോ ഈ പ്രശ്നം. ഇപ്പൊ അടിമത്തത്തെ ന്യായീകരിക്കുമ്പോഴാണല്ലോ അടിമത്തം പ്രശ്നമാവുന്നത് ഇപ്പോ. പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. അടിമത്തത്തെ ന്യായീകരിക്കുക മാത്രമല്ല, അത് ജീവിതത്തിൽ അവസരം കിട്ടിയാൽ പ്രാവർത്തികമാക്കാൻ ചെയ്യുന്നതിൽ അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ ചിന്താപദ്ധതി തന്നെ പ്രശ്നമാണ്. അല്ല, അങ്ങനെ ഇപ്പൊ ഒരാള് ചിന്തിച്ചോണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ ഒന്നും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആണോ? അപ്പൊ അതിന്റെ അർത്ഥം ഇപ്പോഴും പിന്നെ അവസരം കിട്ടിയ അടിമത്തം ഉണ്ടാവും. എന്താ സംശയം? ഓക്കെ ഓക്കെ ഓക്കെ. അതൊരു മൈൻഡ് സെറ്റ് ആണെന്നേ. നമുക്കൊരു കാര്യത്തിനോടുള്ള നിലപാടാണ്, കാഴ്ചപ്പാടാണ്. നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. നമ്മളൊരു വിഷയത്തിൽ നമ്മളെ നിലപാട് എന്താണ് എന്നുള്ളതാണ്. ഇപ്പൊ ഒരാളെ ആക്രമിക്കുന്നതും കൊട്ടേഷൻ കൊടുക്കുന്നതും കൊലപ്പെടുത്തുന്നതൊന്നും തെറ്റല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ മനസ്ഥിതി പ്രശ്നമാണ്. അത് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് അയാളുടെ മനസ്ഥിതി, ആ ചിന്താഗതി ശരിയാവില്ലല്ലോ. ചെയ്യാൻ അവസരം ഇല്ലാത്തോണ്ടല്ലേ. ഓക്കെ. അപ്പൊ പിന്നെ ഈ അടുത്തൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് ഈ പിന്നെ നമ്മള് വിമർശനമൊക്കെ നടത്തുന്നുണ്ടല്ലോ, ഖുർആനെ വിമർശനം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോ ഇത് ഒരു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണല്ലോ ദൈവം, അല്ലെങ്കിൽ അല്ലാഹ്. അപ്പം മനുഷ്യനായിട്ട് ജനിച്ചു വരുമ്പോ അതിന്റേതായ കുറെ ന്യൂനതകൾ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അല്ല, ഒരു പ്രസക്തി ഇല്ല. ആ പ്രസക്തി ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം. ഇതൊക്കെ ഒരു കഥയായിട്ട് തന്നെ സംസാരിക്കാം നമുക്ക്. അപ്പൊ ഇങ്ങോട്ട് അയക്കുമ്പോ പല ന്യൂനതകൾ എന്തായാലും ഉണ്ടാവുമല്ലോ. അതായത് നബി ഇവിടെ വന്ന് ചിലപ്പോ കാട്ടിക്കൂട്ടിട്ടുണ്ടാവാം. അല്ല, അങ്ങനെ ഉണ്ടാവില്ല എന്നാണല്ലോ പറയണത്. ഉണ്ടാവില്ല എന്നുള്ളതാണ് വിശ്വാസികളുടെ വിശ്വാസം. അത് ശരി. അങ്ങനെ ഒരു ന്യൂനത ഇല്ലാത്ത, മാനുഷികമായിട്ടുള്ള എററുകളൊന്നും സംഭവിക്കാത്ത ഒരാളാണ് പ്രവാചകൻ എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ചോദിച്ചില്ലേ, ഇപ്പൊ വരും കാലത്ത് തെറ്റായി പോകാവുന്ന ഒരു കാര്യം അതും ചെയ്യൂലാത്ത ആളാണ് പ്രവാചകൻ. എല്ലാ കാലത്തേക്കുള്ള എല്ലാ മനുഷ്യർക്കുള്ള ഉത്തമ മാതൃക. അല്ല, ശരിക്ക് അതിന് ആ ഒരു പിടുത്തം ഒരു ലേശം അയക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു അയവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് കാര്യത്തുമ്പോ ഒരു പിടിവിട്ടായി പ്രശ്നത്തിന് പരിഹാരമായി. ഒന്ന്, ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യർക്കും മാറ്റമില്ലാതെ പിന്തുടരേണ്ട ഏറ്റവും ഉത്തമമായ ജീവിത പദ്ധതിയാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന പിടിവാശി ഉപേക്ഷിക്കണം. രണ്ട്, മുഹമ്മദ് നബി എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും ഏറ്റവും ഉത്തമമായ മാതൃകയാണ് എന്ന തള്ള അവസാനിപ്പിക്കണം. ഈ രണ്ടെണ്ണം അവസാനിപ്പിച്ചാല് കുറെ ആശ്വാസം ഉണ്ടാവും അവർക്ക്. മനുഷ്യന്മാർക്ക് ഇതിനെ ചൊല്ലിയുള്ള തൊല്ലയും കുറയും. അവർക്ക് കുറച്ചുകൂടി പിന്നെ നന്നായിട്ട് ജീവിക്കാനും പറ്റും മുസ്ലിങ്ങൾക്ക്. അത് ശരിയാണ്. പിന്നെന്താ വെച്ചാൽ ചിലത് കാണുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് ചില ആളുകൾ ഭയങ്കര, അതായത് ഈ ഇങ്ങനെ ഡീപ്പായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആരെയും ഇത് വിമർശിക്കുന്നതിന്റെ പേരിൽ ചീത്ത പറയാനൊന്നും നടക്കാത്ത ആളുകൾ ഉണ്ടല്ലോ. അതായത് ജീവിക്കണം, എങ്ങനെയെങ്കിലും പടച്ചവന്റെ അടുത്തേക്ക് പോകണമെന്ന് മാത്രം ജീവിച്ചു നിൽക്കുന്ന ഒരു പാവം ആളുകളുണ്ടല്ലോ. അവർക്ക് ഇതൊക്കെ ഒരു വലിയ വിഷമാവില്ലേ? അതായത് ആകെ ഒരു ആശ്രയം എന്ന് പറയുന്നത്, കാരണം നമുക്ക് ഇപ്പൊ നിങ്ങളൊക്കെ അല്ലെങ്കിൽ ഇപ്പത്തെ ജനറേഷനൊക്കെ പറഞ്ഞാൽ വിമർശനം കേൾക്കാൻ നേരം അല്ല, അങ്ങനത്തെ ആളുകളും കുറച്ച് ചില ഇതൊക്കെ കേൾക്കാൻ സമയമുണ്ട് അങ്ങനെ വിഷമിച്ചിരിക്കല്ലോ. വിമർശനം കേൾക്കാൻ സമയമുള്ള ആളുകൾക്ക് അതിന്റെ ശരി പരിശോധിക്കാനുള്ള സമയം കൂടി കണ്ടെത്തിയിട്ട് അത് ചിന്തിക്കാനുള്ള സമയം കൂടി കണ്ടെത്താന്നുള്ളതല്ലേ പ്രധാനം. അല്ലാതെ വിമർശിക്കുന്നത് മാത്രം കേട്ടിട്ട് ഇങ്ങനെ വിഷമിച്ച് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, നമ്മളെ ആരോ രക്ഷിക്കാനുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ ഒരു ആശ്വാസം ഉണ്ടല്ലോ. ആശ്വാസം പലപ്പോഴും അന്ധവിശ്വാസങ്ങളിലേക്കും ആ ആശ്വാസം പലപ്പോഴും മനുഷ്യന്റെ ജീവൻ എടുക്കുന്നതിലേക്കും നയിക്കും. ഇപ്പൊ അടുത്തൊരു കുട്ടികള്
ഒരു കുട്ടി, ഒരു 1.5 വയസ്സായ ഒരു കുട്ടിക്ക് മഞ്ഞപ്പിത്തായിട്ട് മഴയത്തിരുത്തിയതിന്റെ കഥ അറിഞ്ഞില്ലേ? ഒരു വയസ്സ് 1.5 വയസ്സുള്ള കുട്ടി. അതിങ്ങനെ രക്ഷിക്കാൻ ആളുണ്ട് എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്തല്ലേ? അപ്പൊ അത് പലപ്പോഴും അപകടം ചെയ്യും ആ അന്ധവിശ്വാസം. മനുഷ്യന്റെ ജീവൻ എടുക്കും. ചിന്തിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു രോഗി ഇപ്പൊ മരിക്കാൻ കിടക്കുകയാണ്, ഒരു മുസ്ലിമായ രോഗി മരിക്കാൻ കിടക്കുകയാണ്. അയാൾക്ക് അറിയാം മരിക്കുന്ന ദിവസങ്ങളേ ഉള്ളൂ. പക്ഷെ അയാളുടെ ജനിച്ച കാലം മുതലേ അയാൾ ചിലപ്പം നമ്മള് ഗ്രന്ഥത്തില് ദൈവം രക്ഷിക്കും എന്ന് വിചാരിക്കാന്ന് വിചാരിച്ചോ? ആ പ്രതീക്ഷ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരേ അവസ്ഥ തന്നെ ഉണ്ടാവുക മനുഷ്യന്റെ ലൈഫിൽ. ഒന്നാണ് ഉണ്ടാവുക. എന്നാലും ആശ്വാസത്തോടെ മരിക്കാന്നുള്ളൊരു. എങ്ങനെ ആശ്വാസം? നിങ്ങൾ വിചാരിക്കണ്ടോ ദൈവവിശ്വാസമുള്ള ആളുകളൊക്കെ വളരെ സന്തോഷത്തോടെ മരിക്കുകയാണെന്ന്? അങ്ങനെയല്ല. മരണഭയം എന്ന് പറഞ്ഞ സാധനം, മരണഭയം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളില് ജനിതകമായിട്ടുള്ള സാധനമാണ്. ഓക്കെ, ആ മരണഭയത്തെ നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ മരണഭയം അവിടെ തന്നെ ഉണ്ടാവും. അവിടെ തന്നെ ഉണ്ടാവും. അത് നമ്മളൊരു നമ്മളൊരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അത് മാറുന്നില്ല. പിന്നെ നല്ല ബോധത്തിലിരിക്കുമ്പോ, നല്ല ആരോഗ്യത്തിലിരിക്കുമ്പോ മരണഭയം ഇല്ലായ്മയെ കുറിച്ച് ഇങ്ങനെ തള്ളി മറിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ പിന്നെ പടച്ചവന്റെ അടുത്തേക്കാണ് പോകുന്നുള്ളൊരു ആശ്വാസം ഉണ്ടാവില്ലേ? എങ്ങനെ ഉണ്ടാവണേ? ഒരു തെറ്റായ ആശ്വാസം ഉണ്ടാവില്ലേ ഞാൻ ചോദിക്കുന്നത്. മരിക്കാൻ കിടക്കുമ്പോ ഒരാള് വന്നും കണ്ട് അത് മരിക്കാൻ കിടക്കണതിന്റെ തലേദിവസം ഉണ്ടാവുന്ന ഒരു ആശ്വാസമല്ല, അത് അയാളുടെ ജീവിതത്തിലുടനീളം ഇതിനനുബന്ധമായിട്ട് കുറെ വിശ്വാസങ്ങളുണ്ടേ. അതിൽ പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അള്ളാഹു ഉണ്ട്, അള്ളാഹു മതി എന്ന ചിന്ത. അപ്പൊ അള്ളാഹു മതിയെങ്കിൽ പിന്നെ എന്തിനാ ഡോക്ടർ ചികിത്സ എന്ന് ചിന്തിക്കുന്നത്? അവിടുന്നാണേ. അല്ല, അപ്പൊ ഞാൻ ചോദിക്കണെന്ന് വെച്ചാൽ ഈ മുസ്ലിങ്ങൾ മുഴുവൻ അപ്പൊ ഇങ്ങനെയാണോ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അർത്ഥമല്ല. ഈ വിശ്വാസം ഏത് എക്സ്ട്രീം വരെ പോകാമെന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. മുസ്ലിങ്ങളെല്ലാരും ഞാൻ ചോദിക്കുകയാണ്. ആ വിശ്വാസത്തിന് ആ പ്രശ്നമുണ്ട്. അത് ഏതാളെയും ആ അളവിലെത്തിക്കാം. മനസ്സിലായോ? വിശ്വാസികളെല്ലാവരും മരിച്ചു കഴിഞ്ഞിട്ടുള്ള ജീവിതം സ്വപ്നം കണ്ട് ജീവിക്കുന്നവരൊന്നുമല്ല എല്ലാ മുസ്ലിങ്ങളും. അവരിവിടെ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും. പിന്നെ മരിച്ചാലും വേണ്ടില്ല, അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കണം എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവര് മറ്റു മനുഷ്യന്മാരെ ജീവിക്കാൻ സമ്മതിക്കൂല സമാധാനത്തോടെ. അത്രേ ഉള്ളു പ്രശ്നം. അപ്പൊ ഇതിനെ രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കാനും രണ്ടും രണ്ടായിട്ട് തന്നെ പറയാനുമാണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത്. അതായത് തെറ്റായി ഇതിലൂടെ തെറ്റായി ചിന്തിച്ചിറങ്ങുന്ന ആളുകളെ നിങ്ങളുടെ ഈ ഇതൊക്കെ കേട്ടിട്ട് അവർക്ക് എന്തെങ്കിലും മാറ്റം വന്ന് നല്ല അവർക്കോ അല്ലെങ്കിൽ അവരെ കേൾക്കുന്നവർക്കോ ഒക്കെ മാറ്റം ഉണ്ടാവും. അവര് നാളെ വഴി തെറ്റിക്കാൻ സാധ്യതയുള്ള സമൂഹത്തിലെങ്കിലും മാറ്റം ഉണ്ടാവും. പിന്നെ ഓക്കെ ശരി താങ്ക് യു.